ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുക ജീവിതത്തിൽ വിപരീതാനുഭവങ്ങളുടെ മുമ്പിൽ അയാളുടെ പ്രതികരണത്തിലാണ് അളക്കപ്പെടുക. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ്. അത് വളരെ കാമ്പുള്ള ഒരു ചൊല്ലാണ് കേട്ടോ. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ്. നമ്മളിപ്പോൾ ഈ നടത്തുന്നതൊക്കെ ആക്ഷനാണ്. ഈ പെരുന്നാളും ഈ പ്രസംഗവും ഈ മേളക്കൊഴുപ്പുകളെല്ലാം ആക്ഷനാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ്. ജീവിതത്തിൻ്റെ കൗണ്ടർ അനുഭവങ്ങളുടെ മുമ്പിൽ, ജീവിതത്തിൻ്റെ വിപരീതാനുഭവങ്ങളുടെ മുമ്പിൽ ഹൗ യു റിയാക്ട്, എങ്ങനെയാണ് നാം പ്രതികരിക്കുന്നു? തോറ്റുമില്ല നമ്മൾ, 8 നില പൊട്ടിപ്പോത്തില്ലേ നമ്മൾ? ദാവീദ് വിജയിച്ചത് നോട്ട് ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ്. 2 കാര്യം പറയണം ഈ വാക്യത്തിൽ, അതാണ് എൻ്റെ ആഗ്രഹം. ദാവീദിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാ അദ്ദേഹം ഇങ്ങനൊരു മനുഷ്യനായി കാലത്തെ വിസ്മയിപ്പിക്കുന്നു, ഇസ്രായേലിൻ്റെ രാജവംശത്തെ വിസ്മയിപ്പിക്കുന്നു, രാജവംശ ചരിത്രത്തെ വിസ്മയിക്കുന്നു. സാധാരണക്കാരോട് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഇടപെടാൻ പറ്റുമോ? 2 കാര്യങ്ങൾ എങ്ങനെ ഇങ്ങനെ പ്രതികരിക്കാനൊക്കും. ഒന്ന്, ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രതികരണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, പരിഹാസങ്ങളെ ആന്തരിക സൗഖ്യം കൊണ്ട് നേരിട്ടു. റിയാക്ഷൻസ് ബേസ്ഡ് ഓൺ ഇന്നർ ഹീലിംഗ്. വളരെ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വാക്കാണ് ഈ ഇന്നർ ഹീലിംഗ്. പരിഹാസങ്ങളെ ആന്തരിക സൗഖ്യം കൊണ്ട് നേരിട്ടു. നമുക്കിന്ന് ഈ അരിമ്പാറ മുതൽ ആമാശയത്തിലെ അമ്ലാധിക്യം വരെ മനുഷ്യന്റെ ആദിമൂത്തുണ്ടാകുന്ന വ്യാധികളാണെന്ന് പറയും. ടെൻഷൻ, സൈക്കോസൊമാറ്റിക് ഡിസീസസ്. അത് മൈഗ്രെയിൻ ആകാം, സെർവിക്കൽ സ്പോണ്ടിലോസിസ് ആകാം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവാം, കുടലിലെ ഒക്കെ രോഗങ്ങൾ ഒക്കെ സൈക്കോസൊമാറ്റിക്കാണ് ഒരു പരിധി വരെ. ഇവിടെ ഇരിക്കുന്ന പലരും നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി നോക്കും, ഒരു കുഴപ്പമില്ല, എവിടൊക്കെ ഇട്ട് സ്കാൻ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്കൊട്ട് എഴുന്നേറ്റ് നടക്കാനും മേല. എന്താ കാര്യം? ഇറ്റ്സ് സൈക്കോസൊമാറ്റിക്. ആദിമൂത്ത വ്യാധിയാകുകയാണ്. പകയുടെ കനലുകൾ സിരകളിൽ കൂട്ടി നടക്കുന്നവരാ നമ്മൾ. അവിടെയാണ് ദാവീദ് ഈ കൗണ്ടർ റിയാക്ഷൻസിൽ ഒത്തിരി ആന്തരിക സൗഖ്യമുണ്ട്. ഈ ഇന്നർ ഹീലിംഗ് എന്നുള്ള വാക്കുണ്ടല്ലോ. നമ്മുടെ പ്രശ്നം എന്തെന്നറിയാം? ഈ ഗലീല തടാകത്തിൽ ഓടുന്നൊരു പടകിൻ്റെ കുഴപ്പമാണ് നമ്മുടെ കുഴപ്പം. എന്തെന്നറിയാം? ഒരു സന്ധ്യ മയങ്ങിയ നേരം ഗലീല തടാകത്തിൽ കൂടെ ഓടുന്നൊരു വള്ളത്തിൽ വേണ്ടതെല്ലാം ഉണ്ട്. 12 ശിഷ്യന്മാരുണ്ട്, കർത്താവുണ്ട്. എന്നിട്ടും കാറ്റ് അടിച്ചു, എന്നിട്ടും കടൽ കോപിച്ചു, എന്നിട്ടും ബോട്ട് ഇളകി. അപ്പോൾ അവർ കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. എന്താ പ്രശ്നം ഇത്? എന്തുകൊണ്ട് ഈ കാറ്റും കടലും? എന്തുകൊണ്ട് ഈ ക്ഷോഭം? എന്തുകൊണ്ട് ഈ പടകുലഞ്ഞു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളെന്നറിയാം. അവിടെ ഒരു തമ്പുരാനുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ഇന്നർ ക്രൈസിസ്. ആ ബോട്ടാ നമ്മുടെ ബോട്ട്. മാമോദീസായിൽ കർത്താവുണ്ട്. കുർബാന കൊള്ളുന്നതിനൊരു പരിധിയില്ല, 2 ആഴ്ച കൂടുമ്പോൾ കൊള്ളുന്നുണ്ട്, ഒന്നിനും ഒരു കുഴപ്പമില്ല. ബട്ട് അവർ ക്രൈസിസ് ഈസ് സ്ലീപ്പിംഗ് ക്രൈസ്റ്റ്. ഗലീല തടാകത്തിലെ പടകിന്റെ പ്രശ്നം സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ആണ്, ഉറങ്ങുന്ന ക്രിസ്തു. നമ്മുടെ പ്രശ്നം അതാണ്. ഉണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ? ഈ പെരുന്നാളൊക്കെ വളരെ എന്ത് രസമാണ് താഴെ നിന്ന് ഈ പള്ളി നോക്കാൻ, കാണാൻ. ഇത് മനോഹരമായിരിക്കുന്നു. പക്ഷെ ഈ പെരുന്നാൾ കഴിയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച്, ഈ നക്ഷത്ര വിളക്കുകളും വർണ്ണ വിളക്കുകളും ഒക്കെ കണ്ണിന് സുഖം തന്നിട്ടുണ്ട് അല്ലേ? നയനാനന്ദകരം, വർണ്ണമനോഹരം, ശുഭം ശുഭ്രം, കണ്ണിന് കൊള്ളാം അല്ലേ? ഒന്നാന്തരം ഫ്യൂഷനൊക്കെ ഉണ്ട്, നടക്കട്ടെ. കാതിന് സുഖം. മറ്റന്നാള് അല്ലേ? മറ്റന്നാളാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ പെരുന്നാളിന്റെ നേർച്ച നടത്തുമ്പോൾ നമ്മൾ പറയും കഴിഞ്ഞ വർഷത്തേക്കാൾ മസാല പിടിച്ചിട്ടുണ്ട്, നാക്കിന് സുഖം. അപ്പൊ ഈ പെരുന്നാൾ കഴിഞ്ഞ് കൊടിയേറി കഴിഞ്ഞപ്പോൾ എന്നാക്കെ സുഖം കിട്ടി?
കൊടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ണിന് മിണ്ടരുത്, ഇങ്ങനെ ഇരുന്നാണ് കേട്ടോ, എന്തോ കളഞ്ഞു പോയതുപോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ണിന് സുഖമുണ്ട്, കാതിന് സുഖമുണ്ട്, നാക്കിന് സുഖമുണ്ട്, തൊലിപ്പുറത്ത് കുറെ സുഖം കിട്ടി. ആത്മാവിന് എന്ത് വെട്ടം കിട്ടിയിട്ടുണ്ടാവും, ആത്മാവിന് എന്ത് പ്രകാശം കിട്ടിയിട്ടുണ്ടാവും. അവിടെയാണ് നാം ഈ ഒരു പദം ധ്യാനിക്കേണ്ടത്, ഇന്നർ ഹീലിംഗ്, ആന്തരിക സൗഖ്യം. അതേസമയം തന്നെ ഞാൻ പറയട്ടെ, ഗലീല തടാകത്തിന്റെ പ്രശ്നം എന്ന് പറയുക സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ഇന്നർ ക്രൈസിസ്, അറ്റ് ദ സെയിം ടൈം സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ഇന്നർ പോസിബിലിറ്റി. ഒടേ തമ്പുരാൻ ഉണ്ട്, ഉണർന്നാ മതി, എന്റെ പ്രശ്നമൊക്കെ തീരും. കിട്ടാതിരുന്നിട്ടില്ല, ഉണ്ട്. അറ്റ് ദ സെയിം ടൈം, അതാണ് നമ്മുടെ ഹോപ്പ്, അതാണ് നമ്മുടെ പ്രതീക്ഷ. സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ഇന്നർ ക്രൈസിസ്, അറ്റ് ദ സെയിം ടൈം സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ഇന്നർ പോസിബിലിറ്റി. മനസ്സിലായില്ലേ? ദാവീദ്, അദ്ദേഹത്തിന് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റിയത് അദ്ദേഹം അനുഭവിച്ച ഒരു ആന്തരിക സൗഖ്യമാണ്. അങ്ങനെ കിട്ടില്ലത്. അതെങ്ങനെ കിട്ടും? യാക്കോബ് യോഹന്നാനും ഒക്കെ വലിയ ശിഷ്യന്മാരായിരുന്നു, പക്ഷെ ഹിറ്റ്ലറെ പോലെ ചിന്തിച്ചയാളാ. ശമരിയ ഗ്രാമം മുഴുവൻ തീയിട്ട് വെന്ത് പൊക്കോട്ടെ കർത്താവേ, നീ ഒന്ന് പറഞ്ഞാൽ മതി, യവന്മാരൻ മുഴുവൻ മുടിഞ്ഞ് പണ്ടാരടങ്ങി പോകുന്ന പറഞ്ഞേ, അല്ലേ? അറിയില്ലേ? ഒരു ജനത മുഴുവൻ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചു. ഈ യാക്കോബാണ് ഒരു കാലം കഴിഞ്ഞപ്പോ തന്റെ ലേഖനത്തിൽ എഴുതുന്നത് എന്ത്? നാവ് ഒരു കടിഞ്ഞാണില്ലാത്ത കുതിര, നാവ് ഒരു വലിയ കാട് കത്തിക്കുന്ന തീയെ. സ്വന്തം പിഴച്ചുപോയ നാക്കിനെ ഓർത്ത് പിൽക്കാലത്ത് അദ്ദേഹം അനുദപിക്കുന്നുണ്ടാവണം. ഈ ഒരു ശമരിയ ഗ്രാമം മുഴുവൻ തീ കൊണ്ട് വെന്തു പോകണമെന്ന് ചിന്തിച്ച യോഹന്നാനാണ് പ്രായമായപ്പോ ലേഖനം എഴുതിയപ്പോ, കുഞ്ഞുങ്ങളെ സ്നേഹം കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു മനുഷ്യനായിട്ട് മാറി. ആന്തരിക സൗഖ്യത്തിന് മുൻപും പിൻപും. ഒരു കാലത്ത് ദാവീദും ഈ യാക്കോബ് യോഹന്നാനും ഒക്കെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത ആളാ ജീവിതത്തിന്റെ അനുഭവങ്ങളോട്. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ ആന്തരിക സൗഖ്യത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എത്ര സൗമ്യമായിട്ടാണ് ഇടപെടുക. നമ്മളൊക്കെ ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ടല്ലേ, ചില മനുഷ്യരുടെ അടുത്തൂടെ പോകുന്നത് ആസിഡ് മഴയുടെ അടുത്തൂടെ പോകുന്നത് പോലെ, ഫുൾ ഈ ക്രോണിക് കംപ്ലൈനേഴ്സ് എന്ന് പറയും. ഒന്നിലും ഒരു പോസിറ്റിവിറ്റി കാണില്ല, ചുമ്മാ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളെ അറിയത്തില്ലേ? നമ്മുടെ ഇടയിലും ഉണ്ടാവും. ക്രോണിക് കംപ്ലൈനേഴ്സ് എന്നാ പറയുക. ഇവരുടെ അടുത്തൂടെ പോകുന്നവർ ഇവരുടെ കൂടെ ജീവിക്കുന്നവർ. ആസിഡ് മഴയ്ക്കകത്ത് ജീവിക്കുന്നില്ല, നമ്മൾ ദ്രവിച്ചു പോകും കുറെ കാലം കഴിയുമ്പോൾ. ഇവിടെ ഉണ്ടോ? ഇവിടെ കാണില്ല. ഇവിടെ വളരെ തങ്കപ്പെട്ട മനുഷ്യരുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ജീവിതങ്ങൾ ദുർവിധി എന്നല്ലാതെ എന്നാ പറയുക? ക്രോണിക് കംപ്ലൈനേഴ്സ്, എപ്പോഴും നെഗറ്റീവാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുക, എന്നാ ഉണ്ട് വിശേഷം? എന്നാ ഉണ്ട് വിശേഷം? പറയൂ. ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. അതെ അതെ, അത് ഈ കോട്ടപ്പുറത്ത് മാത്രമാണ്. അത് കുറച്ച് വടക്കോട്ട് ചെന്ന് കോട്ടയത്ത് എന്നിട്ട് എന്നാ ഉണ്ട് വിശേഷം എന്ന് വെച്ചാൽ പറയാം, നല്ല വിശേഷം. ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഇവിടെയോ ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. ഇതിലൂടെ കിഴക്കോട്ട് പോകുന്ന തമിഴ്നാട്ടുകാരനെ കണ്ട് എപ്പടി ഇരുക്ക? ரொம்ப പ്രഭാതമായിരിക്ക, സുഖമായിരിക്ക, സൗഖ്യമായിരിക്ക. നിങ്ങൾ ഈ ബംഗാളി എന്ന് പറയുന്നവരോട് അവനോട് ഒരു കൈസേ ടീക്ക് അച്ചായ അല്ലേ? ഒരു അറബി എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്, ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. ഇവിടെ കോട്ടപ്പുറത്ത് വന്നിട്ട് എന്നാ ഉണ്ട് വിശേഷം? ഓ, എങ്ങനെയൊക്കെ പോകുന്നു. നമ്മൾ നെഗറ്റീവാണ്. നമ്മൾ ഈ നല്ല കാര്യങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്ന വാക്ക് നെഗറ്റീവ് അല്ലേ? ഇപ്പൊ നല്ലൊരു കാര്യം കണ്ടാൽ നമ്മൾ പറയും അടിപൊളി എന്ന് പറയും. ഈ അടിപൊളി എന്നുള്ള വാക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ? അത് ഡബിൾ നെഗറ്റീവാണ്. അടി എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാ. പൊളി എന്ന് പറഞ്ഞാലോ എന്താണ്? പൊളി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ആ പൊളിയാണ്, അത് പൊളിഞ്ഞു പോയി എന്ന് പറയും. ഇപ്പൊ പിന്നെ നമ്മുടെ പിള്ളേർ അത് പോസിറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാ എൻ്റെ കുഴപ്പം. അപ്പൊ നല്ലൊരു സംഗതി കണ്ടാലും ഇപ്പം നമ്മുടെ പിള്ളേർ പറയുന്നത് പൊളിയാന്ന് പറയും. നിങ്ങൾ നോക്കുക, പൊളി എന്നുള്ള പദം നെഗറ്റീവാണ്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഈ നെഗറ്റീവ് വാക്കിനെ പോസിറ്റീവ് ആക്കി. നമ്മുടെ കുട്ടികൾ ഇപ്പൊ നന്നായിട്ട് ഉപയോഗിക്കുന്ന, അടുത്ത കാലത്ത് ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവ് വാക്കുണ്ട് പോസിറ്റീവായിട്ട്, ബ്രേക്കപ്പ്. മനസ്സിലായിട്ടില്ലേ? ബ്രേക്കപ്പ്. 9ാം ക്ലാസ്സിൽ തുടങ്ങി 10ാം ക്ലാസ്സിൽ പൊട്ടി ബ്രേക്കപ്പ്. ഇപ്പൊ പഴയ കേസ്
അത് ബ്രേക്കപ്പ് ആടാ. 11ാം ക്ലാസ്സിലടുത്ത് കിട്ടി, +2-ന് 3 എണ്ണം ഉണ്ട്, ഒരേ സമയം ഓടിക്കൊണ്ടിരിക്കുക. എത്ര പെട്ടെന്നാണ് ബ്രേക്കപ്പ് ആവുക? അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച ഒരു വിധി ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ ശനിയാഴ്ച ഹൈക്കോടതിയുടെ ക്രിസ്ത്യൻ വിവാഹങ്ങളിൽ 1 വർഷത്തിനകത്ത് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാനൊക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അത് സന്തോഷമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പിറ്റേന്ന് വേണമെങ്കിലും ഫയൽ ചെയ്യാം. ആ രീതിയിൽ അനുകൂലമാക്കിയിട്ടുണ്ട്. 1 വർഷത്തിനകത്ത് ഒക്കാത്തത് എന്ന് പറയുന്നത് ഒരു കാലത്തൊക്കെ ഒരു ബിബ്ലിക്കൽ ബേസ്ഡ് ആയിരുന്നു ഈ നിയമങ്ങളുടെയൊക്കെ രൂപീകരണം. ഇപ്പോൾ എൻ്റെ വിഷയം ഞാൻ തെന്നി മാറിയിട്ടുണ്ട്, ക്ഷമിക്കുക. നമുക്ക് തിരിച്ചു വരാം. നമുക്കൊരു കുറവുണ്ട്, ആന്തരിക സൗഖ്യത്തിൻ്റെ കുറവ്. സ്നേഹത്തിൻ്റെ മാലാഖയായി ദാവീദ് മാറുന്ന നിമിഷമാണ്. പരിഹാസങ്ങളെയൊക്കെ വലിയ മനുഷ്യരൊക്കെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. നെപ്പോളിയൻ ഒരിക്കൽ പാരീസിലെ ഒരു ലൈബ്രറിയിൽ, അദ്ദേഹത്തിന് നീളം കുറവാണ്, പാരീസിലെ ഒരു ലൈബ്രറിയിൽ ഒരു പുസ്തകം ഇങ്ങനെ എടുക്കാൻ നിൽക്കുമ്പോൾ എത്തുന്നില്ല, വളരെ കുറവാണ്. അപ്പം അടുത്തൂടെ പോയ ഒരാൾ, പുള്ളി ഇത്തിരി ചാടൊക്കെ ഉള്ള ആൾ, ആ പുസ്തകം, നെപ്പോളിയൻ എത്തിയ പുസ്തകം കൊടുത്തു. എന്നിട്ട് നെപ്പോളിയനോട് പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, ഐ ആം ടോളർ ദാൻ യു എന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ പാത്തായിട്ട് നടന്നാൽ പോരാ. അപ്പം നെപ്പോളിയൻ പറഞ്ഞ മറുപടി എന്നറിയാം, ബട്ട് ഐ ആം ഹയർ. നമ്മളാണ് എന്നെ പറഞ്ഞേനെ അല്ലേ? നമ്മൾ ഈ നെഗറ്റീവാ, നമ്മൾ ഈ പലരോടും സംസാരിക്കുന്ന പോലെ നെഗറ്റീവാ. ഞാനൊരു മനുഷ്യൻ, നമ്മളിപ്പോൾ ഈ ഒരാളിങ്ങനെ റോഡിൽ നടന്നു പോവാണ്. അപ്പം നടന്നു പോകുമ്പോൾ അടുത്ത കൂടെ പോകുന്ന ഒരാളോട് സമയം ചോദിക്കണം. ഒരു പരിചയമില്ലാത്തവരുടെ സമയം ചോദിക്കണം. അപ്പം ഷൂന്ന് വിളിച്ചു, അയാൾ കേട്ടില്ല, വിളിച്ചു കേട്ടില്ല. അപ്പം അയാൾ കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പം ഇയാൾ വിളിച്ചു, ഡേ കണ്ണാടി, സമയം എന്തായിരുന്നു? നിങ്ങൾക്കാണ് എന്നെ ഫീൽ ചെയ്യും. അപ്പം ആ മനുഷ്യൻ ഈ കണ്ണാടി വെച്ചിട്ടുള്ള ആളാണ്. പുള്ളിക്ക് ആ വിളി ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞു, ഞാൻ വാച്ച് കെട്ടിയേക്കുന്നത് എനിക്ക് സമയം നോക്കാനാണ്. നിങ്ങൾ നോക്കിക്കേ, ഒരു കാരണവുമില്ലാതെ ഒരു അജ്ഞാത ശത്രു ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ വഴിയെ തന്നെ രണ്ടുപേര് വേറെ പോകുമ്പോഴേ ഒരാൾ പോകുമ്പോൾ എക്സ്ക്യൂസ് മീ, സമയം എന്തായെന്ന് വെച്ചാൽ അയാൾ വാച്ച് അഴിച്ചു കൊടുത്തിട്ട് പറയും, നോക്കിയിട്ട് തന്നാൽ മതി എന്ന് പറയും. പിന്നെ അവർ പോകുന്നത് ഒരേ കമ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കാം, ഒരേ ബസ്സിലും ആയിരിക്കാം. ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? നമ്മളിപ്പോൾ ഒരു ട്രെയിൻ യാത്ര ചെയ്താലും ബോംബെക്ക് പോകേണ്ടതിന് 2.5 ദിവസം വേണം. നമ്മൾ ഈ 1.25 ദിവസം മിണ്ടുകയല്ല, മുന്നിലിരിക്കുന്ന ആൾ മുഖത്ത് പോലും നോക്കി ഇറങ്ങാറാകുമ്പോഴാണ് നമ്മൾ മിണ്ടുക. നമുക്ക് ഈ ഒരു ആന്തരിക സൗഖ്യത്തിൻ്റെ കുറവുണ്ട്. ഈ പരിസരങ്ങളോട് ഇത്തിരി പോസിറ്റീവായിട്ട് ഇടപെടാൻ. പ്രിയപ്പെട്ടവരെ, ഈ സ്വയം ശപിക്കുന്ന ജീവിതങ്ങൾ ഒത്തിരിയുണ്ട്. ഇയ്യോബ് സ്വയം ശപിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ ഇത്രയും വേദന വന്നപ്പോൾ, എൻ്റെ അമ്മ നശിച്ചു പോട്ടെ, എൻ്റെ അപ്പൻ തുലഞ്ഞു പോട്ടെ, എൻ്റെ ജന്മദിനം എന്തുവേണ്ടി ശപിക്കപ്പെട്ടതാണ്. ഈ ഇയ്യോബുണ്ടല്ലോ, ആന്തരിക സൗഖ്യമില്ലാതെ കരയുകയാണ്. 3-ാം അധ്യായത്തിൽ ഇയ്യോബ് 40-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ആ മനുഷ്യൻ പറയാണ്, ഇനി ഞാൻ മിണ്ടത്തില്ല. ഒരു വട്ടം സംസാരിച്ചു, ഇനി ഞാൻ മിണ്ടില്ല. അപ്പൊ ഈ 3-ാം അധ്യായത്തിൽ ആന്തരിക സൗഖ്യമില്ലാത്തൊരു ഇയ്യോബുണ്ട്. 40-ൽ ആന്തരിക സൗഖ്യത്തിന്റെ കുലപർവ്വതം പോലെ ഒരു ഇയ്യോബുണ്ട്. അങ്ങനെ ഒത്തിരി മനുഷ്യരുണ്ട്. ചെറിയ തോൽവികളിലൊക്കെ വീണു പോകുന്നവർ പെട്ടെന്നാണ് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുക. ഈ പുസ്തകം നമ്മെ എങ്ങനെയാ ബലപ്പെടും? നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്ക്, വലിയ മനുഷ്യരൊക്കെ ഉണ്ട് കേട്ടോ. ഏത് പ്രത്യയശാസ്ത്രമാണ് മനുഷ്യന്റെ സങ്കടത്തിന് സൗഖ്യം തരുന്നത്? ആന്തരിക സൗഖ്യം തരുന്നൊരു പ്രത്യയശാസ്ത്രത്തിന്റെ പേര് പറ. ഏതിസം ഉണ്ട്. പക്ഷെ ഈ പുസ്തകം ഉണ്ടല്ലോ, ഈ കറുത്ത വൈൻഡിട്ട പുസ്തകം, ലോകത്തിലെ വലിയ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ എന്ത് ചോദിക്കുക? ലോകത്തിലെ ഏറ്റവും മനോഹരമായി മോട്ടിവേഷണൽ പുസ്തകം എഴുതിയ ആള് ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. കിഴവനും കടലും, നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാം, അല്ല കൊല്ലാം, തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ ഹെമിംഗ്വേ അവസാനം സൂയിസൈഡ് ചെയ്യാറ്. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യധാമം എന്നൊക്കെ വിളിക്കപ്പെടാമായിരുന്ന മെർലിൻ മൺറോ, ക്ലിയോപാട്ര സൂയിസൈഡ് ചെയ്യാറുണ്ട്. ലോകത്തെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ വരച്ചിരുന്ന വിൻസെന്റ് വാൻ ഗോഗ്, പൊട്ടറ്റോ ഈറ്റേഴ്സ് പോലെയുള്ള മനോഹര ചിത്രങ്ങൾ വരച്ചിരുന്ന സൂയിസൈഡ് ചെയ്യാറുണ്ട്. ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ സൂയിസൈഡ് ചെയ്ത വലിയ മനുഷ്യരെ കുറിച്ച് എടുത്ത് നോക്കിക്കേ, വലിയ മനുഷ്യരാണ്. മനുഷ്യന് ആന്തരിക സൗഖ്യം തരാൻ, ഇവിടെ നോക്കണേ, മനുഷ്യന് ആന്തരിക സൗഖ്യം തരാൻ ഇങ്ങനെയൊരു വാക്കില്ല. മരണത്തിൽ പോലും കർത്താവ് അത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 33-ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവ് പറഞ്ഞത് എന്താ? നിവൃത്തിയായി.
എതലസ്ഥായി. ഈ നിവർത്തിയായി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിവർത്തിയായി. ആക്കറി അച്ഛനും വല്ലതും പറയാനുണ്ട്, പറഞ്ഞിട്ട് നേരത്തെ പോക്കോ. ഞങ്ങൾ ഇത്രയും പേര് തന്നെ വന്നിരിക്കുന്ന ഒരു ഭാഗ്യമല്ലേ. നിവർത്തിയായി, ഇറ്റ്സ് ഫിനിഷ്ഡ്. അതിനൊരു അർത്ഥമുണ്ട് കേട്ടോ. ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭോഗമാണ്, കർമ്മം. കഠോപനിഷത്ത് അങ്ങനെയാ പറയുക. ഇപ്പൊ നമ്മൾ പ്രവർത്തിയില്ല, നിരന്തരം പ്രവർത്തിയില്ല, നമുക്കും നമ്മുടെ മക്കൾക്കും തലമുറയ്ക്കും വേണ്ടി. ഈ പ്രവൃത്തിയിലാണ് നമ്മൾ മരിക്കാൻ പോകുന്നത്. മരിക്കാൻ നേരത്തെ അയ്യോ കൊടുക്കാതെ കിടക്കുന്ന റബ്ബർ ഷീറ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ ധ്യാനിക്കുക. നമ്മൾ പ്രവൃത്തിയിലേ മരിക്കുള്ളൂ, സ്വസ്ഥാവില്ല. പ്രവൃത്തി കർമ്മ യോഗമാണ്, കർമ്മമാണ്, ഭോഗമാണ്, കൺസ്യൂമറിസമാണ്. നിവർത്തി എന്ന് പറയുന്നത് യോഗമാണ്. ഭോഗത്തിൽ നിന്ന് യോഗത്തിലേക്ക് കടന്നാലേ മോക്ഷമുള്ളൂ എന്നാ പറയുക. 33-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് നിവർത്തിയായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. എൻ്റെ കർമ്മകാണ്ഡത്തിൽ നിന്ന്, ഭോഗജീവിതത്തിൽ നിന്ന് യോഗത്തിലേക്ക്, യോഗാത്മകതയിലേക്ക് കടന്നു. അവിടെ മാത്രമേ ആത്മാവിന് ലയനം ഉണ്ടാവുള്ളൂ എന്നാണ് ഭാരതം പറയുക, ഭാരതീയ ചിന്ത പറയുക. അതിനെ പറയുക, ആ മരണത്തെ വിളിക്കുന്നത് മരണമൊന്നല്ല, പരമാത്മലയനം എന്നാണ്. ഇത്തിരി കട്ടി തോന്നല്ലേ, ഫീൽ ചെയ്യല്ലേ? അതുകൊണ്ടാണ് യേശു കർത്താവ് മരിച്ചപ്പോൾ തമ്പുരാൻ സ്വയം പറഞ്ഞ കാര്യം എന്നറിയാം. കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് ഹി ഗേവ് അപ്പ് ഹിസ് സ്പിരിറ്റ് എന്നാണ്. ഹി ഹാൻഡഡ് ഓവർ ഹിസ് സ്പിരിറ്റ്. ആത്മാവിനെ കൈമാറി എന്നാണ്. അപ്പൊ നിവൃത്തിയായി എന്ന് പറഞ്ഞ് ഇങ്ങനെയാട്ടോ, ഭോഗത്തിൽ നിന്ന് യോഗത്തിലേക്ക് പ്രവേശിച്ചു. ജീവിതത്തിലെ വേദനകൾ, ജീവിതത്തിലെ പരിഹാസങ്ങളോട് ഇപ്പോൾ സോഷ്യൽ മീഡിയ, അപ്പൊ നമ്മുടെ കയ്യിലൊരു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളപ്പോൾ ആരെയും എന്തും പറയാം, ആരെയും എങ്ങനെയും വിധിക്കാം. നമുക്ക് എത്ര വലിയ ആൾ വേണമെങ്കിലും ആവാം. നമ്മുടെ വിരൽത്തുമ്പിലാണ് ആരെയും പരിഹസിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെ പരിഹാസങ്ങളിൽ ഇരയാകേണ്ടി വന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്നവർ ഞാനും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ജീവിതത്തിന്റെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നവർ ഈ കസേരയിൽ ഇരിപ്പുണ്ടോ? നിങ്ങളെ അന്യായമായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ജീവിതമാണോ? ചങ്ക് പറിച്ച് കാണിച്ചിട്ടും മനസ്സിലാകാതെ ഇരിക്കുന്നുണ്ടോ പലരും? നിങ്ങൾ അടുത്തിരിക്കുന്നുണ്ട് പലരും, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷെ ആ പലരുടെയും ചങ്ക് ഒരു അഗ്നിപർവ്വതം പോലെ ഉരുകുന്നില്ലേ? എത്ര വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നമ്മെ മനസ്സിലാക്കാത്ത പ്രിയപ്പെട്ടവരില്ലേ? അത്തരം സൗഹൃദങ്ങൾ, അത്തരം ബന്ധങ്ങൾ ഒരു ദുർനിമിത്തം തന്നെയാണ്. ഞാൻ പറയാം, 2 കൂട്ടുകാരുടെ കഥ കേട്ടിട്ടില്ലേ? ജീവിതത്തിലെ പരിഹാസങ്ങളെ, ജീവിതത്തിലെ സങ്കടങ്ങളെയും മറക്കുന്ന 2 കൂട്ടുകാരെ കുറിച്ചാണ് പറയുന്നത്. 2 കൂട്ടുകാർ ഒരു യാത്ര പോയി. 2 പേര് സ്നേഹിതരായിരുന്നു. വഴിയിൽ വെച്ച് അവരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായി. ഒരാൾ മറ്റൊരാളെ തല്ലി, ഒരെണ്ണം കൊടുത്തു. അയാൾ അന്ന് വീണുപോയി. വീണ വഴി അയാളുടെ കാല് മുറിഞ്ഞു. നന്നായി വേദനിച്ചു. തിരിച്ചു തല്ലിയില്ല. പകരം ആ കാൽച്ചുവട്ടിലെ മണ്ണിൽ ഇങ്ങനെ എഴുതിയിട്ടു, എൻ്റെ ചങ്ങാതി ഇവിടെ വെച്ച് എന്നെ വേദനിപ്പിച്ചു. അടികൊണ്ട ആളാണ് എഴുതിയത്. പിന്നെയും അവർ യാത്ര മുന്നോട്ട് പോയി. കുറെ കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള ചെറിയ പ്രയാസമൊക്കെ ഒന്ന് മാറി. എങ്കിലും വലിയ മിണ്ടാട്ടമില്ല. ഇവർ 2 പേരും കൂടെ ഒരു പുഴ കടക്കുകയാണ്. ഇവർ തമ്മിൽ ഒത്തിരി സംസാരിച്ചിട്ടല്ലോ. പിന്നെ ഒരു പുഴ കടക്കുന്നതിനിടയിൽ ഈ അടികൊണ്ടാളുണ്ടല്ലോ, മുമ്പേ ഈ ഒരു കല്ലിൽ തട്ടി പുഴയിൽ വീഴാൻ തുടങ്ങി. ഒരു കരിമ്പാറയിൽ തട്ടി വീഴാൻ തുടങ്ങിയപ്പോൾ മുമ്പേ അടിച്ചയാള് ഇദ്ദേഹത്തെ ഒന്ന് താങ്ങി, വീഴാതിരിക്കാനൊന്ന് താങ്ങി അവരെ പാറയിലിരുന്നു, വീഴാതെ. അന്നേരവും ഈ താങ്ങപ്പെട്ടയാൾ, വീഴാൻ പോയയാൾ, ആ പാറയിലിരുന്ന് തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന്, തൻ്റെ തോൾ സഞ്ചിയിൽ നിന്ന് ഒരു മുനയുള്ള കമ്പി എടുത്തിട്ട് ആ പാറയിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഇവിടെ വച്ച് എൻ്റെ ചങ്ങാതി എന്നെ താങ്ങി. അവരുടെ യാത്ര തുടർന്നു. ഇതൊരു കഥയാണ്. ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം എന്തെന്നറിയാം? മറ്റുള്ളവർ നമുക്ക് തന്ന വേദനകളും പരിഹാസങ്ങളും ഇവിടെ ഇരിക്കുന്നവർക്ക് എണ്ണി പറയാനുണ്ടാവും. എന്നാലും അവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, മണ്ണിലേ എഴുതാവൂ.
എന്നാൽ നാം അറിയാതെ തന്നെ നമ്മളെ കരുതിയ ചിലരുണ്ടാകും. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം. അവൻ തല്ലിയപ്പോ അങ്ങനെ എഴുതിയത്. അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. എന്താ ഇവിടെ ഇരിക്കുന്നവരെ ഞാനും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മളെ ഉപദ്രവിച്ച പലതും ഉണ്ട്. നമുക്ക് മറക്കാൻ പറ്റാത്ത, എത്ര പെരുന്നാൾ കൂടിയാലും എത്ര വിശുദ്ധ കുർബാന കൊണ്ടാലും മറക്കാൻ പറ്റാത്ത അനുഭവമല്ലേ? സങ്കടങ്ങൾ മണ്ണിലെഴുതാ. മണ്ണിലെഴുതിയ എന്താ അർത്ഥം? മണ്ണിലെഴുതിയ എന്താ അർത്ഥം? മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ്റെ നോവുകൾ മണ്ണിലെ എഴുതാവൂ നീ. എന്തിനാ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാറ്റു വീശിയാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റു വീശിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. എന്താ പാട്ട് പാടി തുടങ്ങിയപ്പോഴും 1-2 പേര് ഉറങ്ങി. നന്നായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാറ്റു വീശിയാൽ, അല്ലെ? മണ്ണിലെഴുതിയാൽ അടുത്ത കാറ്റത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റു വീശിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ തല്ലി എന്നെഴുതിയ മണ്ണെഴുത്ത്. കരയിച്ചവരുണ്ട്, അപമാനിച്ചവരുണ്ട്, തെറ്റിദ്ധരിച്ചവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരോ പറഞ്ഞത് കേട്ട് ക്രൂരമായി പെരുമാറിയിട്ടില്ലേ? ആരോണ്ടൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിധിച്ചിട്ടില്ലേ? നമ്മുടെ കണ്ണ് നനയിപ്പിച്ചിട്ടില്ലേ? മറക്കുമോ? പാടാ. എന്നാൽ ഒരു ചെറിയ കാര്യമെങ്കിലും നമുക്ക് തന്നിട്ടുള്ളവരുണ്ട്. അനുഗ്രഹമേറ്റവും ചെറുതാകിലും അതിൻ ഓർമ്മകൾ കല്ലിലെ എഴുതാവൂ നീ. എന്താ? നമുക്ക് ഒത്തിരി ഒന്നും തന്നു കാണുകയല്ല, ഒരു ചെറിയ കാര്യം തന്നിട്ടുള്ളൂ, ഒരു ചെറിയ സഹായം തന്നിട്ടുള്ളൂ. എന്നാൽ അനുഗ്രഹമേറ്റവും ചെറുതാകിലും അതിൻ ഓർമ്മകൾ കല്ലിലെ എഴുതാവൂ നീ. സങ്കടങ്ങൾ വൻതിരയായി വന്നു ചേരിലും സർവശക്തിയും തകർന്ന് വീണുപോകിലും കല്ലെഴുത്തു ശക്തി നൽകിടും. ഓ, ആത്മസാക്ഷ്യമായി മാറിടും. നമ്മളിപ്പോ എവിടെ എഴുതിയേക്കുന്നത്? അച്ഛാ, ക്ഷമിക്കാം, പക്ഷേ ബാക്കി പറ. നിങ്ങൾ പറയുന്നുണ്ട് ക്ഷമിക്കാം, പക്ഷേ മറക്കത്തില്ല. ഒത്തിരി രോഗത്തിൻ്റെ ഒക്കെ കാരണം കുറേ പക നമ്മുടെ ഉള്ളിൽ, എൻ്റെ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ വച്ചേക്കുക. ഞാൻ നിങ്ങളുടെ കൂട്ട് തന്നെ. നമുക്ക് കുറേയൊക്കെ ഒന്ന് ചുമ്മാ, നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോഴേ നമ്മളെ വിധിക്കപ്പെടാൻ പോകുന്ന 3 എല്ലിലാണ്. എന്തെന്നറിയാം? 1, ഹൗ മച്ച് യു ലവ്, എത്ര സ്നേഹിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഹൗ ജെന്റ്ലി യു ലിവ് എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത്, LIV. മൂന്നാമത്തെ കാര്യം ഹൗ ഗ്രേസ്ഫുള്ളി യു ലീവ് എന്നുള്ളതാണ്, LEAV. ചിലതൊക്കെ എങ്ങനെ വിട്ട് കളഞ്ഞിട്ടുണ്ടോ? ചുമ്മാ പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇന്ന് രാത്രി ഇവിടെ നിന്ന് എൻ്റെ കൂടെ ഒന്ന് പാടുവോ? സങ്കടങ്ങൾ മണ്ണിലെഴുതാം. ചുമ്മാ പാടിക്കേ. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ. അവിടെ വന്നിരുന്നിട്ട് എഴുന്നിട്ട് പോകാതെ മാഞ്ഞിടാതെ കല്ലിലെഴുതാം. ചിലരൊക്കെ ഒന്ന് അനങ്ങിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഒന്നുകൂടെ പാടിക്കേ. സങ്കടങ്ങൾ മണ്ണിലെഴുതാം,
മൗന ദുഃഖങ്ങളെ മണ്ണിൽ മാത്രം എഴുതാ, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാ, മാഞ്ഞിടാതെ കല്ലിലെഴുതാ. നമ്മൾ ഈ ജീവിത പുസ്തകം ശരിയാക്കാതെ എങ്ങനെ ജീവന്റെ പുസ്തകം ശരിയാക്കും? നമ്മൾ ജീവന്റെ പുസ്തകത്തിൽ പേര് കാണാൻ ഓടുകയാണ്, ജീവിത പുസ്തകം കുത്തിക്കെട്ടഴിഞ്ഞ് കിടക്കുകയാണ്. പകയുടെയും വൈരാഗ്യത്തിൻ്റെയും അസൂയയുടെയും ഒക്കെ പുസ്തകം എൻ്റെ തകർന്ന് കിടക്കുക, കുത്തിക്കെട്ടഴിഞ്ഞു പോയി. ജീവിത പുസ്തകം ശരിയാക്കാതെ എൻ്റെ പൊന്നു തമ്പുരാനെ ഞാൻ എങ്ങനെ ജീവപുസ്തകം ശരിയാക്കും? 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. സഹോദരന്മാർ തുണിയുരിഞ്ഞ ഒരു മനുഷ്യനാണ്. പൊട്ടക്കിണറ്റിൽ നിന്ന് മിസ്രൈമിലെ സിംഹാസനത്തിലിരുന്ന് പറയുന്നത്, നിങ്ങളെന്നെ വിറ്റതല്ല, ദൈവം എന്നെ. സഹോദരങ്ങൾ മറന്നു, കൂടെ തടവറയിൽ കിടന്ന പാനപാത്രവാഹ പ്രമാണി മറന്നു, സ്ത്രീ പീഡനത്തിൽ കുടുക്കി, തടവറയിൽ ജയിലിൽ പോയി, പോക്സോയുടെ കേസുണ്ടായി. എന്നിട്ടും ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാം മറന്നിട്ട് പറയുകയാണ്, ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരഞ്ഞൊരു മനുഷ്യനാണ്. മിസ്രൈമിലെ കൽഭിത്തികളുടെ തടവറകളുടെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് ചുവരിനോട് മുഖം ചേർത്തൊരു ഏകാഗിയായി കരഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്, ജോസഫ്. എന്നിട്ടോ ഈ സ്വന്തം തുണി ഉരിഞ്ഞ് ചോരയിൽ മുക്കി അപ്പൻ്റെ മുന്നിൽ കൊണ്ടുകൊടുക്കാൻ പോയില്ലേ? ആ സഹോദരങ്ങൾ വന്നു നിന്നപ്പോൾ പറഞ്ഞതെന്താ? നിങ്ങളെന്നെ വിറ്റതല്ല, മറക്കുന്നേ. അതുകൊണ്ടാണ് ഈ ജോസഫ് പിള്ളേർക്ക് പേരിട്ടപ്പോൾ എന്നാ പേരിട്ടത്? 2 ആൺപിള്ളേർക്ക് പേരിട്ടു. എന്താ? എഫ്രയീം, എഫ്രയീം, മനസ്സേ. മനസ്സേ എന്ന് പറഞ്ഞാൽ നീ മറക്കണമെന്നാണ്. നമ്മുടെ മക്കളോട് പറയാം, മോനെ മനസ്സേ, മോളെ മനസ്സേ. ചില കാര്യങ്ങളൊക്കെ ചുമ്മാ മറന്നേക്ക്, ജസ്റ്റ് ലീവ് ഇറ്റ്, ചുമ്മാ പോട്ടേന്ന് വിട്ടുകളാം. ചിലതൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടാ, എവിടെ സ്കാൻ ചെയ്തിട്ടും അസുഖം മാറാത്ത. ചിലത് ചുമ്മാ വിട്ടിട്ട് ഒന്നും മിണ്ടാൻ നോക്കിയിരിക്കുക അവള്, കേട്ടോ. ഇപ്പം നമ്മൾ ആരും മിണ്ടെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയല്ലേ. 2001 അവിടെ മോടെ കല്യാണം വിളിക്കാത്തോണ്ടാ 2022 നമ്മുടെ മോൻ്റെ വിളിക്കാതിരിക്കുന്നത്. ഇത് എത്ര നാൾ കൊണ്ടു നടക്കും? എന്തായാലും നമ്മുടെ അടക്കം ഈ പള്ളി നടക്കും. ഇപ്പോഴെങ്ങും ഇല്ല, കുറെ കഴിയും. അടക്കം കഴിഞ്ഞിട്ട് കോട്ടപ്പുറം പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ പള്ളി മുറ്റത്ത് ബന്നും കഴിച്ചുകൊണ്ട് നിൽക്കുന്നവർ എന്നായിരിക്കും പറയുക? ബന്നൊക്കെ പോയി, പപ്സാണല്ലോ, സാൻഡ്വിച്ച്, സാൻഡ്വിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നവർ എന്താണ് പറയുക? ഈ മരിച്ച അച്ചായന് 43 റബ്ബർ ഷീറ്റ് കിട്ടുമായിരുന്നു പറയും. ഈ മരിച്ചുപോയ അമ്മാമ്മയ്ക്ക് 7.5 പവൻ്റെ ഒരു 916 മാല ഉണ്ടായിരുന്നു, അത് ഇട്ടുണ്ടായിരുന്നു. ഈ മരിച്ച അച്ചായന് അടിപൊളി 4 എയർബാഗുള്ളൊരു കാറുണ്ടായിരുന്നു പറയോ? ഒരു പൂച്ചക്കുഞ്ഞു പോലും പറയല്ല. വിചാരിച്ചേക്കരുത്. അവർ പിന്നെ ഒരൊറ്റ കാര്യം പറയുള്ളൂ, കണ്ടാ ഒന്ന് മിണ്ടുമായിരുന്നു, ഒന്ന് ചിരിക്കുമായിരുന്നു, സ്നേഹമുള്ള മനുഷ്യനായിരുന്നു, വർത്താനം പറയുമായിരുന്നു. ഈ കണക്കല്ലാതെ പ്രിയപ്പെട്ടവരെ, കോട്ടപ്പുറം പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഒരു പൂച്ചക്കുഞ്ഞു പോലും ഒരു കഥയെ പറയുമെന്ന് ആരും വിചാരിക്കരുത്. ഹൗ ഗ്രേസ്ഫുള്ളി യു ലിവ്. എങ്ങനെ ചിലതൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞു. പോട്ടടാ, ഇവിടെ പിള്ളേരൊക്കെ പറയുന്നില്ല, പോട്ട് മച്ചാനെ, വിട്ടുകളയടാ. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഇരിക്കുന്നത് അവള് മിണ്ടാനാ. വലിയ നോമ്പിൽ അത് പാടും, കുറ്റം ചെയ്തോ നിങ്ങു വരട്ടെ സമ്മാന്യൻ ഞാൻ. വലിയ നോമ്പിൽ പാടുന്നറ, അങ്ങെത്തിയിടൽ മാനം കെടുമെന്നോതിയിടല്ലേ. ശുഭക്കോന് ശുശ്രൂഷയില്ല എന്താ പാടുന്നേ? മനസ്സിലായോ? കുറ്റം ചെയ്തോ നിങ്ങു വരട്ടെ സമ്മാന്യൻ ഞാൻ. അവൻ വേണേ മിണ്ടട്ടെ. നമ്മൾ പറയുന്ന കുറ്റം ചെയ്തോൻ ഇങ്ങു വരട്ടെ സമ്മാന്യൻ ഞാൻ, അങ്ങെത്തിയിടൽ മാനം കെടുമെന്നോതിയിടല്ലേ. അങ്ങോട്ട് പോയി മിണ്ടിയാ നിന്റെ സ്റ്റാറ്റസ് പോകുമെന്ന് പറയല്ലേ.
അങ്ങോട്ട് പോയി മിണ്ടിയാൽ നിന്റെ വിലയിടിയുമെന്ന് പറയരുതേ. ശുഭകോന ശുശ്രൂഷയിലെ ഗീതമാണ്. ചില ഈഗോയ്ക്ക് ഒന്ന് താഴ്ത്തി വെക്കുമോ? അതിനൊരു ആത്മീക ആന്തരിക സൗഖ്യം കിട്ടണം. ഇവിടെ ഇരുന്ന് ഞാൻ ഒന്നാമത്തെ ചിന്ത തീർക്കുകയാണ്. ഇവിടെ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കുക, ആരോടാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പകയുള്ളത്? ആരോടാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വിരോധം നിലനിൽക്കുന്നത്? എന്നിട്ടിങ്ങനെ പ്രാർത്ഥിക്കണം. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. പ്രാർത്ഥനയാണ്, പാട്ടല്ല. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീക ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ നീക്കണമേ. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. അത് മാത്രമെങ്കിലും എൻ്റെ കൂടെ ഒന്ന് പാടിക്കേ. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. പുറയിലിരുന്നവരൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾക്ക് എന്നോട് ഒരു വിരോധം ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ഇവിടെ ഒന്നും ഇരുന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്നോട് ഒന്ന് പാടിയേ. യേശുവേ, യേശുവേ, നീ മാത്രമെൻ. കണ്ണടച്ചത് പാടിക്കേ. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. ആന്തരിക സൗഖ്യം. പരിഹാസങ്ങളെ ആന്തരിക സൗഖ്യം കൊണ്ട് നേരിട്ടു. നിങ്ങൾ എന്നെ വിറ്റതല്ല എന്ന് ജോസഫ് പറയുന്നത് വായിക്കുമ്പോൾ കണ്ണു നിറയുന്നുണ്ട്. അവൻ ശപിച്ചോട്ടെ എന്ന് പറയുമ്പോൾ വിട്ടേര്, അവൻ എന്നെ പറഞ്ഞോട്ടെ എന്ന് ദാവീദ് പറയുമ്പോൾ കണ്ണു നനയുന്നുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ, ഇവിടെ കുഞ്ഞുങ്ങളില്ല, ഇല്ലാത്തതായിരിക്കാം, എനിക്കറിയാൻ പാടില്ല. 3-4 പിള്ളേർ മരുന്നിന് വന്നിട്ടുണ്ട്. ഈ അപ്പായും അമ്മയും കൂടെ വഴക്കൂടണം. മക്കളോടാണ് ചോദിക്കേണ്ടത്. പപ്പായും അമ്മയുടെ വഴക്കൂടണം. ഇവിടെ അങ്ങനൊന്നുമില്ല, ഞാൻ വേറെ ആന്ധ്രാപ്രദേശിലെ കാര്യം പറയുന്നത്. ഈ കൂടുതലും ജയിക്കുന്നവർ ആരാ? പപ്പായാണോ മമ്മിയാണോ? പറയൂ. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പിള്ളേർ പറയാത്ത. നല്ല മനുഷ്യരാണ്, വെറുതെ ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതാണ്. പപ്പായും അമ്മയും കൂടെ ഒക്കെ ഓരോ ഉടക്കവും വഴക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലും ഇവിടെ ജയിക്കുന്ന ആരാ? അപ്പായാണല്ലേ. നമ്മൾ വിട്ടുകൊടുക്കാണ് അല്ലേ? അങ്ങനെ പറ്റുള്ളൂ, ജീവിച്ചു കൊണ്ടേ. പക്ഷെ നമ്മുടെ പിള്ളേരുടെ മനസ്സിൽ കൂടുതൽ സ്ഥാനം ആർക്കാണ്? അമ്മയ്ക്കാണ്. ഒത്തിരി വഴക്കുള്ള വീട്ടിൽ നോക്കിയാൽ മതി. കുടുംബകലഹം കൊടുപിരി കൊണ്ട വീട്ടുകളിലേക്ക് നിങ്ങൾ പാളി നോക്കിക്കോളൂ. അവിടെ ഭാര്യ ഭർത്തൃ കലഹ പതിവാണെങ്കിൽ അവിടെ കൂടുതലും ജയിക്കുന്ന ഭർത്താവായിരിക്കും. മിക്കവാറും തോറ്റുവിടുന്ന പുള്ളിക്കാരിയായിരിക്കും. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം പിന്നെയും ബാക്കി എന്ന് പറഞ്ഞ പോലെ. പക്ഷെ പിള്ളേരുടെ മനസ്സിൽ കൂടുതൽ സ്ഥാനം അമ്മയ്ക്കാണ്. തോറ്റാൽ ട്രോഫി കിട്ടുന്ന, തോറ്റു കൊടുത്താൽ ട്രോഫി കിട്ടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഏതാ? വീട്. തോറ്റു കൊടുത്താൽ ട്രോഫി കിട്ടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഈ വടക്കൻ ഭാഗത്തൊക്കെ മുസ്ലിം സഹോദരങ്ങളുടെ ഖബറടക്കത്തിന്, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, ഖബറടക്കത്തിന് മയ്യത്ത് നമസ്കാരത്തിനായിട്ട് മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ, മയ്യത്തടക്കത്തിനായിട്ട് എടുക്കുമ്പോൾ 2 ചോദ്യം ചോദിക്കും. മലബാർ ഭാഗത്തുണ്ട്, ഇവിടുത്തെ ഞാൻ അന്വേഷിച്ചിട്ടില്ല. 2 ചോദ്യം ചോദിക്കും. അവിടെ നിന്ന് ഒരാൾ ഉറക്കെ വിളിച്ചു ചോദിക്കും. ഒന്നാമത്തേത്, ഈ കിടക്കണ മയ്യത്തിനോട് ആരെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ കിടക്കണ മയ്യത്തിനോട്, ഈ മനുഷ്യനോട് ആർക്കെങ്കിലും കടമുണ്ടോ എന്നാണ്. കടം കൊടുക്കാനുണ്ടോ എന്നാണ്. ആരെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ആർക്കെങ്കിലും കടം വീട്ടാനുണ്ടോ? ഈ മണ്ണിലേക്ക് ലയിക്കുന്നതിന് മുമ്പ് അത് തീർന്നു പോകണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വാക്ക് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം. ആന്തരിക സൗഖ്യം. നമ്മളിങ്ങനെ പൊട്ടിത്തെറിച്ച് നെഗറ്റീവ് എനർജിയുമായിട്ട്, നെഗറ്റിവിറ്റിയുമായിട്ട്, സകലതിനോടും കലഹിച്ച് ക്രോണിക് കംപ്ലൈൻസ് ആയിട്ട് ആസിഡ് മഴ പെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ വീട്ടിലും നാട്ടിലും നടക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ കുറവാണ്. ഇന്നർ ഹീലിംഗ്.
Sleeping Christ is our inner crisis. At the same time, sleeping Christ is our inner possibility. രണ്ടാമത്തെ കാര്യം ദാവീദ് അങ്ങനെ പറയുകയാണ്, അയാളെ തെറി വിളിച്ചോട്ടെന്നേ. എന്നിട്ട് അദ്ദേഹം ദാവീദ് പറയുന്നൊരു ബാക്കി കാര്യം അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ നമ്മൾ വല്ലാതെ അങ്ങ് മാറും, വല്ലാതെ നമ്മളെ ടച്ച് ചെയ്യും. ദാവീദ് പറയുന്നത് എങ്ങനെയാണ്? അവൻ ശപിക്കട്ടെ. 10-ാം വാക്യത്തിലുണ്ട്, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ എൻ്റെ സങ്കടം നോക്കി നാളെ എനിക്ക് ദൈവം നന്മ ചെയ്യും. ഒറ്റ കാര്യമാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. 2 കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം, ഒന്ന്, ആന്തരിക സൗഖ്യം കൊണ്ട് പരിഹാസങ്ങളെ നേരിട്ടു. രണ്ടാമത്തെ കാര്യം, സകലത്തിനും പിമ്പിൽ ദൈവനിശ്ചയം കണ്ടു. ഈ തെറി വിളിക്കുന്നതിൻ്റെ പിറകിൽ ദൈവനിശ്ചയം. നമ്മൾ ലോട്ടറി അടിച്ചാൽ പറയും, അയ്യോ ദൈവത്തിൻ്റെ ഒരു ഇട്ടപ്പെടൽ ഭയങ്കരമായിരുന്നു കേട്ടാ. പൊട്ടക്കിണറ്റി വീണ പറയുമോ ദൈവത്തിൻ്റെ ഇട്ടപ്പെടൽ ഭയങ്കരമായിരുന്നു? ഇല്ല. ഈ പച്ച തെറി കേട്ട് വഴിയെ മരുഭൂമിയുടെ ഓരം പറ്റിയ മലഞ്ചെരുവിൽ കൂടെ പോകുന്ന ഇസ്രായേലിന്റെ ഹദാശനായ രാജാവ് ദാവീദ് ചക്രവർത്തി പറയുകയാണ്, അയാൾ തെറി വിളിച്ചോട്ടെ, ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കുമെന്ന്. നിന്ദനങ്ങൾക്ക് പിന്നിലും ദൈവനിശ്ചയമുണ്ടെന്ന് പറയുക ഒരു ചെറിയ കാര്യമല്ല. നിന്ദനങ്ങൾക്ക് പിൻപിൽ, പരിഹാസങ്ങൾക്ക് പിൻപിൽ ഒരു ദൈവനിശ്ചയം ഉണ്ടെന്ന് പറയുക ഒരു ചെറിയ കാര്യമല്ല. ടാഗോറിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്, മഹാകവി. ഏതാണ്ട് 1900, 1902 ആ കാലഘട്ടം കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി സങ്കടങ്ങൾ ഇങ്ങനെ മഴ പോലെ വരികയാണ്. ഭാര്യ മൃണാളിനി ദേവി മരിച്ചു, മകൻ മരിച്ചു, സഹോദരങ്ങളൊക്കെ, ഒത്തിരി ദുഃഖങ്ങളാണ്. ഈ ദുഃഖങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം പാടി വെച്ചതും ഗീതാഞ്ജലിയിൽ ചൊല്ലി വെച്ചതും ഇങ്ങനെയാണ്: എത്ര വിചിത്രമാം രൂപത്തിൽ നിന്നിച്ഛയൻ ജീവിതത്തിൽ അലയടിപ്പൂ. എത്ര വിചിത്രമാം രൂപത്തിൽ ദൈവമേ നിന്നിച്ഛയൻ ജീവിതത്തിൽ അലയടിപ്പൂ. എത്ര വിചിത്രമായാണ് ദൈവമേ നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ വരിക. ജോർജ് മത്തീസൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കവിയുണ്ട്, പാട്ടെഴുത്തുകാരനുണ്ട്. അദ്ദേഹം അന്ധനായപ്പോൾ കണ്ണു കാണാൻ മേലാതെ നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദ ലവ് ദാറ്റ് സീക്കസ് മീ ത്രൂ പെയിൻ. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ ഈ അന്ധതയിൽ അനുഭവിക്കുകയാണ്. ദ ലവ് ദാറ്റ് സീക്കസ് മീ ത്രൂ ദ പെയിൻ. പഴയൊരു മനുഷ്യനുണ്ട്, 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് പാട്ടെഴുത്തുകാരിൽ പ്രഗത്ഭനായ ഫിലിപ്പ് ഡോഡ്ബ്രിഡ്ജ് എന്ന് പറയും. ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി പാട്ടുകൾ, ഇംഗ്ലീഷ് പാട്ടുകൾ, ക്രിസ്ത്യൻ പാട്ടുകൾ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. 47 വയസ്സിൽ അദ്ദേഹം മരിച്ചു. ക്ഷയരോഗത്തിലാണ് മരിച്ചത്. ചുമച്ച് ചോര തുപ്പി മരിച്ചു 47 വയസ്സിൽ. ഒരു 35-40 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം അനുഭവിച്ച് കടന്നുപോയ വേദന, ക്ഷയം, പ്രയാസം ഭയങ്കരമായിരുന്നു. നിർത്താത്ത ചുമയും വല്ലാത്ത വേദന. ആ അവസാന നാളുകളിലൊക്കെ അദ്ദേഹം എഴുതി മനോഹരമായ പാട്ടുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. മനോഹരമായ ഒരു പാട്ട് മലയാളത്തിൽ തർജ്ജിമ വന്നിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ആ ക്ഷയരോഗത്തിൽ അദ്ദേഹം ചുമച്ച് ചോര തുപ്പുമ്പോ അദ്ദേഹം എഴുതി, ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ, കാത്തു പ്രാർത്ഥിക്കാറാക്കിത്താൻ ആർത്തു ഘോഷിക്കാറാക്കിത്താൻ. എപ്പോ? ഈ ചുമച്ച് ചോര തുപ്പുമ്പോഴോ, മരണത്തെ മുഖാമുഖം കാണുമ്പോഴോ? നമ്മളാണ് എന്നെ പാടിയത്. നിർഭാഗ്യനാൾ അല്ലേ എൻ്റെ രക്ഷക, എൻ ദൈവമേ, നിന്നീലായ നാൾ ഭാഗ്യമേ, എന്നുള്ളത്തിൻ സന്തോഷത്തെ നിത്യവും കീർത്തിച്ചിടട്ടെ. ബാക്കി പാടുമോ? ഭാഗ്യനാൾ, ഒന്ന് മിണ്ടിക്കേ.
ഭാഗ്യനാൾ യേശു എൻ എല്ലാറ്റിനും പിമ്പിൽ ദൈവനിശ്ചയമുണ്ടെന്ന് പറയാനാകുമോ? പാടായിരിക്കും. വിശുദ്ധ ലൂക്കോസ് 4 യേശു തമ്പുരാൻ ദേവാലയത്തിൽ പ്രവേശിച്ചു, വായിക്കാൻ എഴുന്നേറ്റ് നിന്നു, പുസ്തകം അവൻ്റെ കയ്യിൽ കൊടുത്തു, അവൻ തന്നെ കുറിച്ച് എഴുതിയിരുന്നത് വായിച്ചു. എന്താ? തന്നെ കുറിച്ച് എഴുതിയിരുന്നത് വായിച്ചു. ഈ പുസ്തകത്തിൽ നമ്മെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വായിക്കുമോ? നമുക്കിപ്പോഴീ വേദപുസ്തകം ആരാണ്ടെ കുറിച്ച് എങ്ങാണ്ട് എഴുതിയ പുസ്തകം അല്ലേ? ഈ പുസ്തകത്തിൽ നമ്മെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വായിക്കുമോ? യേശു ദേവാലയത്തിൽ വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു, തന്നെ കുറിച്ച് എഴുതിയിരുന്നത് വായിച്ചു. നമ്മെ കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ചില വചനങ്ങൾ, വചന വ്യാഖ്യാനങ്ങൾ, ചില വചനങ്ങൾ അങ്ങനെയാണ്. നമുക്ക് പറയാനാകണം. ഇന്നലകളെ നോക്കി പറയണം, ഇതായിരുന്നു ദൈവനിശ്ചയം. ഇന്നുകളെ നോക്കി പറയണം, ഇതായിരിക്കും ദൈവനിശ്ചയം. പറ്റുമോ? ഞാൻ പറയും, വേദപുസ്തകത്തിലെ വേറൊന്നും ചിന്തിച്ചില്ലെങ്കിലും ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും ചിന്തിക്കണം. ബൈബിളിലെ ആദ്യത്തെ വാക്ക് ഏതാണ്? എൻ്റെ കർത്താവേ, ആദ്യത്തെ വാക്ക് ഏതാണ്? ആദിയിൽ, ദ ബിഗിനിങ്. ആദിയിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതെന്നാ? അറിയില്ല. ബിയോണ്ട് ദ ഇറ, കാലങ്ങൾക്കപ്പുറം. ബിയോണ്ട് ദ ഇമാജിനേഷൻസ്, ബിയോണ്ട് ദ കോൺസെപ്റ്റ്സ്, നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറം, കാലങ്ങൾക്കപ്പുറം. ബിയോണ്ട് ദ ഹിസ്റ്ററി, ചരിത്രത്തിനപ്പുറം. എ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കെത്താത്തത് ആദിയിൽ. മനസ്സിലാവുന്നില്ലേ? നമ്മുടെ കഴിവിനപ്പുറം, നമുക്ക് മനസ്സിലാകാത്തത്, നാം നിസ്സഹായരാകുന്ന, നാം വല്ലാതെ ഭ്രമിച്ചു പോകുന്നത്, നമുക്കെത്താത്ത എന്തിനേയും സൂചിപ്പിക്കാം ആദിയിൽ. അറിയില്ല. ആദ്യത്തെ അക്ഷരം തന്നെ ഏതാ? എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രസംഗത്തിനിടിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ ഉണ്ടാക്കേണ്ട സാധനമാണോ? എന്ന് പറഞ്ഞാൽ എന്തുവാ? എടി, അവൻ എവിടെ പോയി? അറിവില്ല. അറിവില്ലായ്മയെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് അറിയില്ല. ആദ്യത്തെ അക്ഷരം അതാ ബൈബിളിലെ നമ്മുടെ ഒരു നിസ്സഹായതയും ബുദ്ധിയുടെ പരിമിതിക്കപ്പുറം. അവിടെ നാം എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? അവസാനത്തെ പദം നോക്കിയാൽ മതി ബൈബിളിലെ. എന്താ ബൈബിളിലെ അവസാനത്തെ പദം? എന്താ? ആമേൻ എന്ന് പറഞ്ഞ എന്താ? നടക്കുന്നോട്ടെ. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ദൈവമേ, എൻ്റെ ബുദ്ധിക്കെത്താത്ത, എൻ്റെ ചിന്തക്കെത്താത്ത, എനിക്ക് പറ്റാത്ത, എനിക്ക് അറിവില്ലാത്ത, എനിക്ക് മനസ്സിലാകാത്ത എൻ്റെ ജീവിതത്തിൻ്റെ സമസ്യകളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ മുമ്പിൽ ഞാൻ ഇത്ര കടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടും റിയാക്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ആമേൻ. ചരിത്രത്തിൽ ഏറ്റവും നല്ല ആമേൻ പറഞ്ഞത് ആരാ? ഇന്ന് സന്ധ്യാനമസ്കാരത്തിന് നമ്മൾ വല്ലതാണോ? ആരാ? കറക്റ്റ്. ചരിത്രത്തിൽ ഏറ്റവും നല്ല ആമേൻ പറഞ്ഞത് ആരാ? അമ്മയാണ്. നസറേത്തിലെ വീട്ടിൽ അമ്മ പറഞ്ഞു. എല്ലാ പരിശുദ്ധന്മാരും അവരുടെ ജീവിതത്തിൽ പറഞ്ഞത് എങ്ങനെയാ? ആമേൻ. അമ്മയുടെ കൂടെ ഒരു ആമേൻ പറയണം. അമ്മയോടൊപ്പം ആമേൻ ചൊല്ലി അവിടുത്തെ ഹിതത്തിന് കീഴ്പ്പെടാ. അല്ലേ? അമ്മയോടൊപ്പം ആമേൻ ചൊല്ലി അവിടുത്തെ ഹിതത്തിന് കീഴ്പ്പെടാ. പരിശുദ്ധാത്മാവിൻ കൃപയെന്നിൽ വാഴാൻ പരിശുദ്ധ അമ്മേ നീ പ്രാർത്ഥിക്കണേ. അങ്ങനെ ഒരു പാട്ടുണ്ട്. അമ്മയുടെ കൂടെ ആമേൻ പറയുക. വേറൊന്നും ചിന്തിച്ചില്ലെങ്കിലും ബൈബിളിലെ ആദ്യത്തെ പദം ആദിയിൽ. നമുക്കറിവില്ല, ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് എത്തത്തില്ല, നമ്മുടെ ബുദ്ധിക്കപ്പുറം. തഥാഗതൻ എന്ന് പറയും. എന്ത് സംഭവിക്കുന്നുവോ അത് സംഭവിച്ചോട്ടെ. തഥാഥ എന്ന് പറയും. ബുദ്ധനെ വിളിക്കുന്ന പേരാണ്, ശ്രീബുദ്ധനെ വിളിക്കുന്ന പേരാണ് തഥാഗതൻ. എന്ത് സംഭവിക്കുന്നുവോ, ദാവീദ് അതാ പറഞ്ഞത്, എന്ത് സംഭവിക്കുന്നുവോ. അതുകൊണ്ട് ഇന്ന് നമുക്കിങ്ങനെ ചിന്തിക്കാം, ദാവീദ് പറഞ്ഞ പോലെ ഇന്നലകളെ നോക്കി പറയണം, ഇതായിരുന്നു ദൈവനിശ്ചയം. ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ്. ഇന്നിനെ നോക്കി പറയണം, ഇതായിരിക്കും
ദൈവനിശ്ചയം. അത് ഫ്യൂച്ചറും പ്രസൻറ്റുമാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല, നിന്റെ രക്ഷയ്ക്കായിട്ട്. എൻ്റെ ചിന്ത അവസാനിപ്പിക്കുക. ദാവീദ് പറയുന്നു, ചിറകില്ലാത്ത മാലാഖയായ സ്നേഹത്തിൻ്റെ വർണ്ണത്തേരിലേറി ചരിത്രത്തിൻ്റെ കനകസിംഹാസനത്തിലിടുന്ന ഇത്ര മനോഹരമായ വ്യക്തിത്വമുള്ള ദാവീദ് അഴകോടെ കാലത്തോട് വിളിച്ചു പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ അയാൾ, പരിഹസിച്ചോട്ടെ അയാൾ, തെറി വിളിച്ചോട്ടെ അയാൾ. ആന്തരിക സൗഖ്യങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, പരിഹാസങ്ങളെ നേരിടുക. എല്ലാത്തിനും പിറകിലൂടെ ദൈവനിശ്ചയമാണ്. ചില മനുഷ്യർ അങ്ങനെയുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ നിശ്ചയം അതായിരിക്കും. നമുക്കും പറയാൻ പറ്റണം, അല്ലേ? ഇതായിരിക്കാം ദൈവത്തിൻ്റെ ഇഷ്ടം, ഇതായിരിക്കാം ദൈവത്തിൻ്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, നാം കഴിഞ്ഞ നിമിഷങ്ങളിൽ കടന്നുപോയത് ദാവീദിലൂടെയാണ്. നമുക്കതിൻ്റെ എവിടെയെങ്കിലും ഒന്ന് ചെന്ന് നിൽക്കാൻ പറ്റുമോ? ആ വ്യക്തിത്വത്തിൻ്റെ അഴകിൻ്റെ ഏതെങ്കിലും ഒരു കോണിലൊന്ന് സ്പർശിക്കാൻ പാടാ. ഈ വേദി വിട്ടിറങ്ങുമ്പോൾ, ഈ കറുത്ത കുപ്പായം ഊരിക്കഴിയുമ്പോൾ, ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിപ്പടി വിട്ട് കഴിയുമ്പോൾ നാം ഒക്കെ പകയുടെ കൂട്ടുകാരായി മാറും. ഹിംസയുടെ താളം നമ്മുടെ ഞരമ്പുകളിൽ മുറുകും. നമ്മിൽ അങ്ങനെ ഒരു സ്വഭാവം വല്ലാതെ വന്ന് നിറയും. ദാവീദിന് നമോവാകം. ദാവീദേ, അങ്ങയെപ്പോലെ ഒന്നും. എത്ര മനോഹരമാണ് അവിടുത്തെ വ്യക്തിത്വം. ഈ രാത്രി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി, നിങ്ങളുടെ ചിന്തയ്ക്ക് നന്ദി. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചന നേരങ്ങളിൽ നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംസാരിച്ചു എന്നുള്ള ധാരണയിൽ, വചനം എന്നെ എവിടെയെങ്കിലുമൊക്കെ തൊട്ടു എന്ന ധാരണയിൽ മടങ്ങിപ്പോകാൻ ഇടയാകട്ടെ. എല്ലാവരോടും നന്ദി.